എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളെല്ലാവരും തന്നെ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും നമ്മൾ പ്രാക്ടീസ് ചെയ്തു വരുന്ന ആരാധനയും ഒക്കെ എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തിന് മുൻപിലിരിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി വരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോഴേക്കും കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നാം കാണുന്നു. അവിടെ ഈശോ എങ്ങനെയാണ് പറയുന്നത്? പിതാവായ ദൈവത്തോട്, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. ഈശോ പറയുവാണ്, ഈശോനെ പിതാവായ ദൈവം ഏൽപ്പിച്ച ജോലികൾ എല്ലാം ദരിദ്രർക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് ഒരു വിമോചകൻ വരുന്നു, അവരെ രക്ഷിക്കാനായിട്ട് പിതാവായ ദൈവം ഒരു വഴി ഒരുക്കുന്നു എന്ന എല്ലാ കാര്യങ്ങളും ലോകത്തിലേക്ക് കൈമാറി കൊടുത്ത്, അല്ലെങ്കിൽ ലോകത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, ദൈവത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഈ കാര്യം കൈമാറുന്ന ആ ഒരു ദൗത്യത്തെ പൂർത്തിയാക്കിക്കൊണ്ട് ഈശോന്റെ കുരിശുമരണത്തിന്റെ സമയത്ത് ഈശോ പറയുക, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മാതാപിതാക്കൾ, നമുക്ക് ദൈവം തന്ന മാതാപിതാക്കളാണ് നമ്മളുടെ മക്കൾ. ദൈവം വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിച്ചു തന്ന മക്കളാണ്. നമ്മുടെ ജോലി സ്ഥലത്തിലുള്ള മേലധികാരികൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാം ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്ന വ്യക്തികളാണ്. ഇവരെയെല്ലാം കുറവുകളോടുകൂടെ സ്നേഹിച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയെല്ലാം പൂർത്തിയാക്കുക. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുന്നു, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, പ്രവൃത്തികളിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പ്രാർത്ഥനയിലൂടെ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെയും പിതാവായ ദൈവത്തിനും ഈശോയ്ക്കെല്ലാം മഹത്വം കൊടുക്കുവാൻ, ആരാധന കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈശോയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർക്കാം. അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി. നാം പഠിക്കുന്ന കുട്ടികളായിരിക്കാം, നാം ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, വീട്ടമ്മമാരായിരിക്കാം, ഒരു അപ്പനായിരിക്കാം, ഇടവകയിലുള്ള വൈദികർ, സിസ്റ്റേഴ്സൊക്കെ ആയിരിക്കാം. നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യതയോടെ ചെയ്ത്, വിശ്വസ്തയോടെ ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.